ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളിത് ഓണത്തിന് എങ്ങും പോയിട്ടില്ല, കളിക്കാൻ പാർക്കിലെങ്ങും പോകാതിരുന്നത് കൊണ്ട് നാളെ സ്കൂൾ തുറക്കുകയാണ്. അപ്പം തലേന്ന് ഞായറാഴ്ച എവിടെയെങ്കിലും പോകാമെന്ന് കരുതി ഒരു പാർക്കിൽ കൊണ്ടുപോകാമെന്ന് കരുതി ഇറങ്ങിയത് കേട്ടോ. ഇങ്ങോട്ട് നീന്ന് കുഞ്ഞിൻ്റെ പുത്തനുടുപ്പ് കാണട്ടെ. ഇങ്ങോട്ട് നീന്ന് നിൽക്കും, അതെടുത്ത് നിൽക്കുക. രണ്ടുപേരുടെ പുത്തനുടുപ്പ്. കൊടുത്തേ വാ ചേച്ചി ഒന്ന് ചോട്ടല്ലേ. അപ്പം ഞങ്ങൾ പാർക്കിൽ കളിക്കാൻ വന്നതാണ്. മുന്നേ നടക്കും, വീഡിയോ കാണണ്ടേ കുഞ്ഞിനെ. ചേച്ചി സ്ഥലത്തൂടെ പോവാതെ പുറത്തുകൂടെ പോരും. ഇവിടെ പാട്ടൊക്കെ ഉണ്ടോ? വണ്ടി അവിടെ നിൽക്കാം, വണ്ടി ഞങ്ങളിവിടെ എത്തി. പെട്ടെന്ന് കയറിക്കോ, കുഞ്ഞി കയറിക്കോ. ഇത് പാട്ടൊക്കെ വെച്ച് തന്നിട്ടുണ്ട്, കുഞ്ഞിനെ കയറാൻ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. സൂക്ഷിച്ച് കയറണേ. ഓണത്തിൻ്റെ സമയത്തൊക്കെ രണ്ടുപേർക്കും പനിയും ഒക്കെ ആയിരുന്നു. എങ്ങും പോകാൻ പറ്റിയില്ല. പുതിയ ഉടുപ്പ് മേടിച്ചിട്ട് അതിട്ടുകൊണ്ട് എങ്ങുമേ പോയിട്ടില്ല. അപ്പം അങ്ങനെ ഇതിപ്പോൾ നമ്മൾ ഇറങ്ങിയതാണ് പാർക്കിലോട്ടെ. ഒത്തിരി പിള്ളേരുണ്ടായിരുന്നു കളിക്കാൻ, ഒത്തിരി കുട്ടികളുണ്ടായിരുന്നേ. അപ്പോൾ എല്ലാവരും നാളെ സ്കൂൾ തുറക്കുമായതുകൊണ്ട് ഇറങ്ങിയതാണെന്ന് തോന്നുന്നു. അതുപോലെ തിരക്കായിരുന്നു പാർക്കിൽ. നിറച്ചും കുട്ടികളെന്ന് പറഞ്ഞാൽ ഇത് ഒരു വശം മാത്രമാണ്, ഒരു ഭാഗം മാത്രമാണ്. മൊത്തത്തിൽ നിറച്ച് നല്ല തിരക്കായിരുന്നു. എനിക്കിങ്ങനെ തിരക്കുള്ള ഇങ്ങനെ പാർക്കിലൊക്കെ പിള്ളേരെ കളിക്കാൻ കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ തിരക്കുള്ളതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അപ്പം കളിക്കാൻ കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കാനൊക്കെ ഒരു ഇൻട്രസ്റ്റൊക്കെ കാണും. അങ്ങോട്ട് പോയി കയറാനും ഇപ്പോൾ എല്ലാത്തിലും കയറാനൊന്നും പറ്റിയില്ലെങ്കിലും നല്ല ഇൻട്രസ്റ്റ് കാണും. ഇതിലൊക്കെ ഓടിച്ചാടി നടക്കാൻ പിള്ളേരുടെ കൂട്ടത്തിൽ ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ അതേ കയറണം ഇതേ കയറണം എന്നൊക്കെ തോന്നും. അപ്പോൾ അങ്ങോട്ട് വേറൊരു ഊഞ്ഞാലല്ല, വേറൊരു ചെറിയ കുഞ്ഞു കുട്ടികളുടെ ഊർന്നിറങ്ങുന്നത് ലക്ഷ്യമാക്കി പോകുന്നുണ്ട്. പക്ഷേ അവിടെ ഊർന്നിറങ്ങുന്നതിന് കയറാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഊഞ്ഞാലിൽ കയറണമെന്ന് പറഞ്ഞിട്ട് കയറാൻ പറ്റിയില്ല. കാരണം അതേ നാൾ ഒഴിഞ്ഞിട്ടേ ഇല്ല ഊഞ്ഞാലിൽ നിന്ന്. പോരുന്നിടം വരെ ഊഞ്ഞാലിൽ ആളായിരുന്നു. ഈ പാർക്കിൽ നമ്മൾ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇത്രയും തിരക്ക് കാണുന്നത്. അതുപോലത്തെ തിരക്കായിരുന്നു. ഇന്നേ വരെ ഇത്രയും തിരക്ക് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ നേരത്തെയൊക്കെ വരുമ്പോൾ ഇവിടെ ഫ്രീ എൻട്രി ആയിരുന്നു. ഇപ്പം പാസ്സൊക്കെ വെച്ചിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും തിരക്ക്. പിന്നെ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്, നല്ല ഉച്ചത്തിൽ പാട്ടൊക്കെ ഉണ്ട്. അതൊക്കെ കാരണം പിള്ളേർക്കൊക്കെ നല്ല എൻജോയ്മെൻറ്റാണ്. ഇവിടെ വന്ന് ചുമ്മാതിരിക്കാനും നല്ല രസമുണ്ട്. അങ്ങനെ ഈ സമയം നല്ല രസമുണ്ട്. വലിയ വെയിലൊക്കെ മാറിയ സമയമാണ്. അപ്പം നല്ല രസവും ഒക്കെ ഉണ്ട്. ഒത്തിരി ആൾക്കാരുണ്ട്, വലിയവരും കുഞ്ഞു പിള്ളേരും ഒക്കെ ഉണ്ട്. അവിടെ ഇടയ്ക്ക് ഇരിക്കാനൊക്കെ കുറേ ആൾക്കാരുണ്ട്. ഞാനൊന്ന് വീഡിയോ എടുക്കാത്തതാണ്. അവർ എന്തിനല്ലേ അതൊരു കയറുക. വേണ്ട ചെരുപ്പൂരുണ്ട ചെല്ല അല്ല അതുവഴി കയറുക.
വേറെ ഏതാ? അത് ഇതുവഴി കയറണം. അതുവഴി കയറ്. പതിയെ പോയാൽ മതിയേ. സമയം കുറേ ആയി, രണ്ടുപേർക്കും വിശപ്പായി. നമ്മളപ്പോൾ എന്തെങ്കിലും കഴിക്കാനായിട്ട് വന്നു. മുട്ട ബജിയാണ് മേടിച്ചത്. അതിൻ്റെ പുറത്തത്തെ സാധനം മാത്രം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മുട്ട കഴിക്കുന്നൊന്നുമില്ല ഒരാളെ. അപ്പം നമ്മൾ കഴിപ്പൊക്കെ കഴിഞ്ഞ് വീണ്ടും പാർക്കിലോട്ട് തന്നെ കയറി. അപ്പം പാർക്കിലോട്ട് പിന്നെയും പാർക്കിൻ്റെ വെളിയിൽ പോയിട്ട് പിന്നെയും കയറുമ്പോൾ ആ ടിക്കറ്റ് തിരിച്ച് പിന്നെയും കാണിക്കണം. അങ്ങനെ നമ്മളകത്ത് കയറി. ഇവിടെ പാട്ടിട്ടിട്ടുണ്ട്. ആ പാട്ടിനനുസരിച്ച് കിടന്ന ഒരാൾ തുള്ളുമൊക്കെയാണ്. ഭയങ്കര ഡാൻസും ഭയങ്കര ബഹളമൊക്കെയാണ്. കൂടുതൽ സമയം വാവ ഈ പാട്ടിൻ്റെ ഈ വശത്തൊക്കെ തന്നെയായിരുന്നു പപ്പയായിട്ട്. അപ്പോൾ ഞങ്ങൾ കളിക്കുന്നിടത്തോട്ട് കുറച്ചേ വന്നിട്ടുള്ളൂ. അപ്പോൾ ആളവിടെ കളിക്കുകയും പാട്ടിനനുസരിച്ച് തുള്ളുകയൊക്കെ ആയി. കാരണം ഞങ്ങൾക്ക് ഇപ്പറേ സൈഡിൽ സമാധാനത്തോടെ ഓരോ സാധനത്തിൽ ജിംബ്രൂട്ടിയായിട്ട് കയറാനൊക്കെ പറ്റി. പിന്നെ കുറേ നേരം അങ്ങനെ നിന്നു. ഇപ്പം തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ സമയത്തിൻ്റെ ഇത്. ഇപ്പം രാത്രിയായി. നമ്മൾ എപ്പം വന്നതാണെന്ന് ആ വെട്ടം കണ്ടാൽ മനസ്സിലാകും. അപ്പം കുറേ സമയം ഇവിടെ ചിലവഴിച്ചു കേട്ടോ. പിന്നെയും കളിക്കണമെന്നൊക്കെ പറഞ്ഞ് അവിടെ തന്നെ നിന്നായിരുന്നു. പക്ഷേ നമ്മൾ നാളെ സ്കൂളിൽ പോകണം, സ്കൂൾ തുറക്കുകയാണ്, സ്കൂളിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊണ്ടുപോരും കേട്ടോ. അപ്പം ടാറ്റ ഒക്കെ പറയാൻ ഞാൻ പറയുന്നുണ്ട്. പക്ഷേ അവിടെ പാട്ടിൻ്റെ സൗണ്ട് ആയതുകൊണ്ട് നമുക്കത് ഇടാൻ പറ്റത്തില്ല. അങ്ങനെ ടാറ്റ ബൈ ബൈ സി യു ഞാനങ്ങ് പറയാണ്. എല്ലാവർക്കും വേറൊരു വീഡിയോ ആയിട്ട് പിന്നൊരു ദിവസം വരും. അങ്ങനെ ടാറ്റ ബൈ ബൈ, ഇത്രയേ ഉള്ളൂ പറയാനേ. ശുഭരാത്രി നേർന്നു കണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോവാണേ, വീട്ടിൽ തിരിച്ച് പോവാണേ.